അദ്ദേഹത്തിന്റെ കീഴടങ്ങലിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. മറ്റു പല കാരണങ്ങളും ഇന്ന് മാധ്യമങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ. അതിൽ ഒന്ന്, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായ എതിർപ്പ് അല്ലെങ്കിൽ പ്രതിഷേധം. CPM-ന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അനുഭവമാണ് ഈ PMC കരാർ ഒപ്പുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്. ഒരു പ്രധാനപ്പെട്ട കരാർ ഒപ്പുവയ്ക്കുക. ഈ കരാർ ഒപ്പുവയ്ക്കുന്നതിലൂടെ കേന്ദ്ര BJP സർക്കാരിനോടും BJP-യോടും ഒത്തുതീർപ്പിലാവുക എന്നുള്ളതായിരുന്നു അതിന്റെ അർത്ഥം. അവരുടെ വിദ്യാഭ്യാസ നയങ്ങൾ നമ്മൾ കേരളത്തിൽ നടപ്പാക്കാമെന്ന സമ്മതിക്കൽ, ഉറപ്പു നൽകൽ ആയിരുന്നു ഈ കരാറ്. അത്തരത്തിലൊരു കരാറ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് വേണ്ടി ഡൽഹിയിൽ ഒപ്പുവയ്ക്കുന്നു. ഇത് പാർട്ടി അറിഞ്ഞിട്ടില്ല, പാർട്ടി മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല, സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല, സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല, ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ പോലും അറിഞ്ഞിട്ടില്ല. എന്തിന്? പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പോലും അറിഞ്ഞിട്ടില്ല. ശിവൻകുട്ടിയും പിണറായി വിജയനും ഒഴികെ ബാക്കി എല്ലാവരെയും അർദ്ധരാത്രിയിലെ കൂരിരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ തീരുമാനം അല്ലെങ്കിൽ ഈ കരാറ് ഒപ്പുവയ്ക്കൽ നടന്നത്. ഇതറിയാവുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലെ രണ്ട് പേർ, അത് പിണറായി വിജയനും ശിവൻകുട്ടിയും മാത്രമായിരുന്നു. ശിവൻകുട്ടി വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആടിക്കളിക്കുന്ന ഒരു പാവ മാത്രമായിരുന്നു. ഇതിന്റെ പിന്നിലെ പ്രധാന വ്യക്തി അത് പിണറായി വിജയൻ മാത്രമായിരുന്നു.